നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ വർണ്ണവസന്തമൊരുക്കി പുഷ്പോത്സവം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിലാണ് 10 ദിവസങ്ങളിലായി പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നത്. ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സ്മാരക ഗ്രൗണ്ടിൽ ആരംഭിച്ച പുഷ്പോത്സവം NK അക്ബർ MLAയും ഇതോടനുബന്ധിച്ചു നടക്കുന്ന നിശാഗന്ധി സർഗോത്സവം നടൻ TG രവിയും ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ V അനൂപ്, ഷാനിയ റജി, ബിന്ദു അജിത് കുമാർ, AT ഹംസ, രതി ജനാർദ്ദനൻ, കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ബഷീർ പൂക്കോട്, നഗരസഭാ മുൻ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പുഷ്പ, ഫല, സസ്യ പ്രദർശനം, സ്റ്റാളുകൾ, ഫുഡ് കോർട്ട് എന്നിവയും വിവിധ കലാപരിപാടികളുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രോത്സവ സമാപന ദിവസമായ ഈ മാസം 10-ന് സമാപിക്കും. തൃത്താലയിൽ വീട്ടമ്മയെ ആക്രമിച്ച് കവർച്ച. 4 പവനോളം സ്വർണ്ണാഭരണവും 7 ലക്ഷത്തോളം രൂപയും മോഷണം പോയതായി പ്രാഥമിക വിവരം. ഞാങ്ങാട്ടിരി കരിമ്പനക്കടവിന് സമീപം കാട്ടുപറമ്പത്ത് റസാക്കിന്റെ ഭാര്യ സൽമത്തിനെയാണ് ആക്രമിച്ച് കവർച്ച നടത്തിയത്. ഇവരുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞും വായയിൽ തുണി കയറ്റിയുമാണ് 2-അംഗ സംഘം മോഷണം നടത്തിയതെന്നാണ് പരാതി. സൽമത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിലുണ്ടായിരുന്ന കുട്ടികളാണ് 2 പേർ കവർച്ച നടത്തി ഓടി രക്ഷപ്പെടുന്നത് കണ്ടത്. തൃത്താല പോലീസ് അന്വേഷണം തുടങ്ങി. പ്രസിദ്ധമായ ചാലിശ്ശേരി മുലമ്പറമ്പത്തുകാവ് പൂരത്തലേന്നു നടന്ന നടപ്പുരമേളവും പൂരവാണ്യവും ദീപാലങ്കാരങ്ങളും ശ്രദ്ധേയമായി. 3 ജില്ലകളുടെ സംഗമഭൂമിയായ ചാലിശ്ശേരി ക്ഷേത്ര മൈതാനിയിലേക്ക് ആയിരങ്ങളാണ് ശനിയാഴ്ച വൈകിട്ട് ഒഴുകിയെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് മുതൽ മൈതാനത്ത് മലബാറിലെ ഏറ്റവും വലിയ ഏകദിന പൂരവാണിഭത്തിന് ബേപ്പൂർ മുതൽ കൊച്ചി വരെയുള്ള വ്യാപാരികളെത്തി. ഇടത്തരം മത്സ്യക്കച്ചവടക്കാരുടെയും നാടൻ ഉൽപ്പന്നങ്ങളുടെയും വിപണനത്തിന്റെ സംഗമവേദിയായി മൈതാനം മാറി. വൈകിട്ട് മുതൽ ക്ഷേത്ര മൈതാനത്തേക്ക് പതിരുവാണിഭത്തിന് കുടുംബമായി ജനങ്ങൾ ഒഴുകിയെത്തി. പതിരുവാണിഭം ഞായറാഴ്ച പുലർച്ചെ വരെ നീണ്ടുനിന്നു. പൂരപ്രദർശന നഗരിയിലും വൻ തിരക്കനുഭവപ്പെട്ടു. പൂരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന നടപ്പുരമേളം ആവേശമായി. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാത്രി നടപ്പുരയിലാണ് പഞ്ചാരിമേളം അരങ്ങേറിയത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 100 കണക്കിന് ആസ്വാദകരാണ് ക്ഷേത്ര പരിസരത്ത് മേളം ആസ്വദിക്കാനെത്തിയത്. പൂരാഘോഷത്തിന്റെ മുന്നോടിയായി ശനിയാഴ്ച രാത്രി തട്ടകങ്ങളിൽ വൈദ്യുതി കമാനങ്ങൾ, ആനച്ചമയ പ്രദർശനം, ബാൻഡ് വാദ്യം എന്നിവ അരങ്ങേറി. കരിപ്പാലീസ് ന്യൂ ലൈറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4 കിലോമീറ്റർ ദൂരത്തിലൊരുക്കിയ വൈദ്യുതി അലങ്കാരങ്ങൾ ശ്രദ്ധേയമായി. വിവിധ തട്ടകങ്ങളിലൊരുക്കിയ ആനച്ചമയ പ്രദർശനവും ദീപാലങ്കാരങ്ങളും കാണാൻ വലിയ തിരക്കാണ് ഗ്രാമവീഥികളിൽ അനുഭവപ്പെട്ടത്. പടിഞ്ഞാറേമുക്ക് കമ്മിറ്റി പരിസരത്ത് ബാൻഡ് വാദ്യവും ഒരുക്കി. ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന വീട്ടരങ്ങ് നാടകാവതരണം ശങ്കരേട്ടൻ്റെ വെളിപാടുകൾ ശ്രദ്ധേയമായി. നാടകം കാണാൻ നിങ്ങൾ പോകുന്നില്ലെങ്കിൽ ഇതാ നാടകം നിങ്ങളെ തേടി വരുന്നു എന്ന തലക്കെട്ടോടെ ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകമാണ് ശങ്കരേട്ടൻ്റെ വെളിപാടുകൾ. വീട്ടുമുറ്റങ്ങൾ അരങ്ങാക്കിയാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. 2014 മുതൽ അമേച്ചൂർ നാടകരംഗത്ത് സജീവമായ ഈ നാടക സംഘത്തിന്റെ 4ാമത് വീട്ടരങ്ങ് നാടകമാണിത്. വീടും തൊടിയും വേദിയാക്കിക്കൊണ്ടുള്ള നാടകാവതരണത്തിലൂടെ നമ്മുടെ അയൽപ്പക്കത്ത് നടക്കുന്ന വിശേഷങ്ങൾ നോക്കിക്കാണുന്ന രീതിയിലാണ് നാടകം ഒരുക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക നാടക ദിനത്തിൽ ആദ്യ അവതരണം നടത്തിയ നാടകത്തിന്റെ 4ാമത്തെ അവതരണമായിരുന്നു കുരഞ്ഞിയൂർ കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തുള്ള പാരത്തി ഭരതന്റെ വീട്ടിൽ വെച്ച് നടന്ന MA മണിയുടെ അനുസ്മരണത്തോടനുബന്ധിച്ചാണ് വീട്ടരങ്ങ് നാടകാവതരണം സംഘടിപ്പിക്കപ്പെട്ടത്. അത് തിരിച്ചറിഞ്ഞപ്പോ ഞങ്ങള് തീരുമാനിച്ചു, ഞങ്ങളുടെ കെട്ടിയമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാന്ന് പണിയെടുക്കാൻ. കുമാരിച്ചേ, ഏത് തൊഴിലിനുണ്ട് അതിൻ്റെതായ ഒരു മഹത്വം. പണിയെടുത്ത് 4 കാശ് കയ്യിൽ കിട്ടിയപ്പോ നമ്മുടെ മനസ്സിലുണ്ടാവണ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു ധൈര്യം ഉണ്ടല്ലോ, സ്വന്തം കാശ് കൊണ്ട് വാങ്ങിയ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാവക്കാട് മേഖലയുടെ മുതിർന്ന പ്രവർത്തകനും മുൻ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ട്രഷറർ എന്നീ നിലകളിൽ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിത്വമായിരുന്നു മണിയുടേത്. സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ നാടകങ്ങളടക്കം 50ഓളം നാടകങ്ങൾ രംഗത്തെത്തിച്ച
ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ വീട്ടരങ്ങ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ദൃശ്യമാധ്യമ പ്രവർത്തകനായ പ്രദീപ് നാരായണനാണ്. ശങ്കരേട്ടൻ്റെ വെളിപാടുകൾ 4ാമത്തെ അവതരണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 5ാമത്തെ അവതരണമാണ് കായംകുളത്ത്. വീടും മുറ്റവും അരങ്ങാക്കിക്കൊണ്ടുള്ള ഈ അവതരണം നമുക്ക് പ്രേക്ഷകരുമായിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ആശയവിനിമയം നടക്കുന്നുണ്ട്. നമുക്ക് മൈക്ക് ഇല്ലാതെയും ഒരു പ്ലെയിൻ ലൈറ്റിലാണ് നമ്മൾ ഈ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫാലിമി, അതിരടി, അജസുന്ദരി തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച മീനരാജ് രാഘവനും സീരിയൽ താരം രജനി മുരളിയുമാണ് ഈ നാടകത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ ശങ്കരമേനോനും ഭാര്യ കുമാരിയും ആകുന്നത്. രസകരമായ അനുഭവമായി ഇന്ന് പ്രേക്ഷകർ നാടകം കഴിഞ്ഞു വന്ന് ഞങ്ങളെ അഭിനന്ദിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല. ഇത്തരം വേദികളും ഇത്തരം അരങ്ങുകളും കൂടുതൽ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സാധാരണ നമ്മൾ പ്രൊഫഷണൽ നാടകം, അമേച്ചർ നാടകങ്ങളൊക്കെ കളിക്കാറുണ്ട്. എന്നാൽ അതിനെക്കാട്ടും വ്യത്യസ്തമായിട്ടൊരു നാടകമാണ് ഈ ശങ്കരേട്ടൻ്റെ വെളിപാടുകൾ. ഞങ്ങൾ 4ാമത്തെ സ്റ്റേജാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും നമുക്ക് എല്ലാ പ്രേക്ഷകരും നല്ല അഭിപ്രായം പറയുന്നത്. ഞങ്ങൾ ഇനിയും നന്നാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടൽ മനോഹരമായി അവതരിപ്പിച്ച നാടകം സ്ത്രീ ശാക്തീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പറയുന്നുണ്ട്. യുവാക്കളിൽ പടർന്നു കയറുന്ന ലഹരിയുടെ ഭീകരതയും അടയാളപ്പെടുത്തുന്ന ഈ നാടക സംഘത്തിന് സാംസ്കാരിക പ്രവർത്തകനായ രാജൻ പുഷ്പാഞ്ജലി നേതൃത്വം നൽകുന്നു. 78 വയസ്സുള്ള കോട്ടപ്പടി സ്വദേശിനി മേരി ജേക്കബും ഡിഗ്രി വിദ്യാർത്ഥി ഗൗതം കൃഷ്ണയുമടക്കം ഗ്രാമീണരായ 20ഓളം നാടക പ്രവർത്തകർ ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നുണ്ട്. പഴയകാലത്ത് പരീക്ഷിച്ച് വിജയിച്ച ചില കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഞങ്ങൾ രംഗത്തെത്തിക്കുന്നത്. നമ്മുടെ വീടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, അങ്ങനെയുള്ള എല്ലാവിധ സംഭവങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന നാടകമാണ് വീട്ടരങ്ങ് നാടകം. ശരിക്കും പറഞ്ഞാല് ഡയറക്ടർ ആർട്ടിസ്റ്റുകളെ കയറൂരി ഇട്ടിരിക്കണം. അവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. പക്ഷെ നാടകത്തിന് ആവശ്യമുള്ളത് മാത്രം എന്തും പറയാം എന്നുള്ളൊരു സംഗതി ഈ നാടകത്തിനുണ്ടായിരുന്നു. അത് ഒരുപാട് പറഞ്ഞതിന് ശേഷം നമ്മളത് ഡ്രിം ചെയ്തെടുത്ത അവസാന ഇതാണ് ഇപ്പൊ നാടകമായിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീനു പെരുമ്പിലാവ് പശ്ചാത്തല സംഗീതവും സുരേന്ദ്രൻ തില്ലാന ലൈറ്റ്സും അൻസാർ അബ്ബാസ് മ്യൂസിക് എക്സിക്യൂഷനും സുനിൽ ചന്ദ്രൻ ആർട്ടിസ്റ്റ് കോർഡിനേഷനും നിർവഹിച്ചിരിക്കുന്നു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ കരിയപാടം യൂണിയൻ കോൾപ്പടവ് കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. കോൾപ്പടവ് പ്രസിഡന്റ് കെ എം റസാഖ് അധ്യക്ഷത വഹിച്ചു. പടവ് സെക്രട്ടറി എൻ എ സുലൈമാൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ സജിത്ത്, കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജൻ, പൊന്നാനി കോൾ മേഖലാ പ്രതിനിധി ജയാനന്ദൻ, വിവിധ പാടശേഖര സമിതികളുടെ ഭാരവാഹികളായ സോണി സക്കറിയ, സതീശൻ ചെറുതുരുത്തി, കെ എം ഹനീഫ, എ വൈ ഹമീദ്, എൻ കെ അബ്ദുൾ മജീദ് എന്നിവർ പ്രസംഗിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ കൊയ്ത്തു നടക്കുന്ന 2ാമത്തെ പാടശേഖര സമിതിയാണ് കരിയപാടം യൂണിയൻ കോൾപ്പടവ്. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 7ാം പൂജ നടന്നു. കുതിരവേലയ്ക്കു ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങാണ് 7ാം പൂജ. ദേശങ്ങൾ ആർപ്പുവിളികളോടെ ക്ഷേത്രത്തിലെത്തി കാർത്തികവേലയിൽ പങ്കെടുത്ത് തട്ടകത്തമ്മയോട് ഉപചാരം ചൊല്ലി തിരിച്ചുപോയതിനു ശേഷം 7ാം പൂജയിൽ ഗുരുതി തർപ്പണത്തിന് ശേഷമാണ് ക്ഷേത്രനട തുറന്നത്. 7ാം പൂജയ്ക്കു ശേഷമാണ് ദൈനംദിന വഴിപാടുകളും പൂജകളും നടന്നത്. ക്ഷേത്രത്തിന്റെ വടക്കും വാതിലിൽ ക്ഷേത്രപാലകന്റെ ക്ഷേത്രത്തിനു മുമ്പിലാണ് രാവിലെ 7ാം പൂജ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം കോമരം നവലൂർ ശ്രീനിവാസൻ ചടങ്ങുകൾക്ക് കാർമ്മികനായി. തുടർന്ന് കോമരം കെട്ടിയാടി ഭക്തജനങ്ങൾക്ക് കൽപ്പന നൽകിയതോടെ സമാപിച്ചു. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ രാകേഷ് മേനോത്തുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രമുഖ അഭിഭാഷകനും എഴുത്തുകാരനുമായ അഡ്വക്കേറ്റ് ബാബു ചുങ്കത്തിന്റെ മുൻപേ കടന്നുപോകുന്നവർ, ദി മോങ്ക് എന്നീ കഥാസമാഹാരങ്ങൾ പ്രകാശനം ചെയ്തു. കുന്നംകുളം CV ഹാളിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA പുസ്തക പ്രകാശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്, സാഹിത്യകാരൻ ഡോക്ടർ ഹരികൃഷ്ണൻ എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. കുന്നംകുളം റീഡേഴ്സ് ഫോറം ഭാരവാഹി PS ഷാനു, ബദനി കോളേജ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. VC ഗീവർഗീസ് മാസ്റ്റർ, ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, ലയൺസ് ക്ലബ് മുൻ പ്രസിഡന്റ് CK അപ്പുമോൻ,
മുൻ ഗവർണർ ജോസഫ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. തൻ്റെ സാഹിത്യയാത്രയെക്കുറിച്ചും പുതിയ കൃതികളെക്കുറിച്ചും അഡ്വക്കേറ്റ് ബാബു ചുങ്കത്ത് മറുപടി പ്രസംഗം നടത്തി. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വായനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി സംഘടിപ്പിച്ചു വരുന്ന വൈബ് ഫോർ വെൽനസ് എന്ന ഹെൽത്ത് ക്യാമ്പയിൻ്റെ ഭാഗമായി കുന്നംകുളം മണ്ഡലാടിസ്ഥാനത്തിൽ പൊതുയോഗം നടത്തി. കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സൗമ്യ അല്ലൻ അധ്യക്ഷത വഹിച്ചു. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ആഹാരത്തിന്റെയും വ്യായാമത്തിന്റെയും ഒപ്പം തന്നെ മാനസിക ആരോഗ്യത്തിന് തുല്യ പ്രാധാന്യമുണ്ട് എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുന്നംകുളം നിയോജകമണ്ഡലം MLA AC മൊയ്തീൻ പറഞ്ഞു. ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് CG രഘുനാഥ്, മുനിസിപ്പൽ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, CDPO ജയശ്രീ, CDS ചെയർപേഴ്സൺ ഷിബിത എന്നിവർ ആശംസകൾ നേർന്നു. പ്രോഗ്രാം കൺവീനർ ഡോക്ടർ മിതു കെ തമ്പി സ്വാഗതവും ഡോക്ടർ ബിനി VV പദ്ധതി വിശദീകരണവും നടത്തി. ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ നിഖിൽ ജോസ് നന്ദി പറഞ്ഞു. തുടർന്ന് കുന്നംകുളം നിയോജകമണ്ഡലത്തിന്റെ വിവിധ പഞ്ചായത്തുകളിൽ വെച്ച് നടത്തിയ ക്വിസ് മത്സരം, പോസ്റ്റർ നിർമ്മാണ മത്സരം, യോഗ ഡാൻസ് കോമ്പറ്റീഷൻ, ഡിബേറ്റ് കോമ്പറ്റീഷൻ എന്നിവയിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും നടന്നു. പൊതുയോഗത്തിൽ നടത്തിയ യോഗ ഡാൻസ് അവതരണവും സൂംബ ഡാൻസ് അവതരണവും ബോധവൽക്കരണ ക്ലാസും കുന്നംകുളം ICDS പ്രവർത്തകരുടെ ഹെൽത്ത് ഫുഡ് എക്സ്പോയും ആയുർവേദ ഹോമിയോ വകുപ്പുകളുടെ ബോധവൽക്കരണ ക്ലാസും എത്തിച്ചേർന്നവർക്ക് വേറിട്ട അനുഭവമായി. പങ്കെടുത്തവർക്കെല്ലാം ഉച്ചഭക്ഷണം ഒരുക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഇമ്പിച്ചി ബാവ റോഡ് NK അക്ബർ MLA നാടിന് സമർപ്പിച്ചു. MLAയുടെ ശ്രമഫലമായി ലഭിച്ച 72 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് എടക്കഴിയൂർ 15-ാം വാർഡിൽ റോഡ് നിർമ്മിച്ചത്. ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, മുൻ വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, മുൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA വിശ്വനാഥൻ, ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ ഷൈമജ നസീർ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിജോ ചൊവ്വലൂർ, പൊതുപ്രവർത്തകരായ KB ഫസലുദ്ദീൻ, PP അഫ്സൽ, രമണി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. RSS പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ട തിരുനെല്ലൂരിലെ CPM അംഗമായിരുന്ന ഷിഹാബുദ്ദീൻ്റെ 11ാമത് രക്തസാക്ഷി ദിനാചരണവും അനുസ്മരണ ചടങ്ങും ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ബ്രാഞ്ചുകളിൽ പ്രഭാതപേരിയും അനുസ്മരണവും നടന്നു. ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. CF രാജൻ, തുളസി രാമചന്ദ്രൻ, PK രമേശ്, KB ബിജു എന്നിവർ സംസാരിച്ചു. കടുത്ത വേനലിൽ പക്ഷികൾക്ക് കുടിവെള്ളമൊരുക്കാൻ പ്രകൃതി സംരക്ഷണ സംഘം നടപ്പിലാക്കുന്ന പറവകൾക്ക് സ്നേഹതണ്ണീർക്കുടം പദ്ധതിക്ക് കുന്നംകുളത്ത് തുടക്കമായി. ചൊവ്വന്നൂർ കരുണാലയം ആശ്വാസഭവനിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ KS സജിത് കുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ശങ്കരനാരായണൻ അഗഴിമന അധ്യക്ഷനായി. ഫിലിം പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജൻ കുന്നംകുളം മുഖ്യാതിഥിയായി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് പദ്ധതിയുടെ ബ്രൗഷർ കൈമാറി. തൃശൂർ യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി അംഗം NM വിഷ്ണു പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. സിസ്റ്റർ എലിസബത്ത്, കരുണാലയത്തിലെ സന്യസ്തർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രീൻ ആർമി ലേബർ ബാങ്ക് വേലൂർ പുലിയന്നൂർ കോക്കനട്ട് ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ സമഗ്ര കേര വികസന പദ്ധതിയുടെ ഭാഗമായി ഇടവിളകളുടെ വിതരണോദ്ഘാടനവും പാഠശാലയും നടത്തി. ഗ്രീൻ ആർമി നിർവഹണ ഏജൻസിയായാണ് വേലൂർ പഞ്ചായത്തിൽ കേര വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ കേരാധിഷ്ഠിത ഇടവിള കൃഷിയിലൂടെ നാളികേരത്തിന്റെ സുസ്ഥിര ഉൽപാദനക്ഷമത വർധനവിനുള്ള പദ്ധതിയിൽ വേലൂർ ഗ്രാമപഞ്ചായത്തിലെ 695 കർഷകരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പഞ്ചായത്തിലെ 152.32 ഹെക്ടറിലെ 26,583 തെങ്ങുകൾക്കാണ് പദ്ധതിയിലൂടെ 2 വർഷത്തേക്ക് 64 ലക്ഷം രൂപയുടെ സഹായം ലഭിക്കുന്നത്. പഞ്ചായത്തിൽ 10 കായ്ക്കുന്ന തെങ്ങുകളുള്ള 15 സെന്റിൽ കുറയാത്ത സ്ഥലമുള്ള കർഷകരുടെ വിവരശേഖരണം നടത്തി ഡാറ്റ എൻട്രി പൂർത്തിയാക്കി പ്രത്യേകം പ്രോജക്റ്റ് തയ്യാറാക്കിയാണ് പദ്ധതിക്ക് അംഗീകാരം നേടിയത്. വേലൂർ കാരേങ്ങിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷയായി. കൊച്ചി CDB ഡെവലപ്മെന്റ് ഓഫീസർ വിൻസി വർഗീസ്, കൃഷി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ഡോക്ടർ PS ജോൺ, CDB മുൻ ഡെവലപ്മെന്റ് ഓഫീസർ സാജൻ വർഗീസ് തുടങ്ങിയവർ പാഠശാലയിൽ വിഷയാവതരണം നടത്തി. ഇടവിളകളായി കാർഷിക സർവകലാശാലയിൽ നിന്നും പ്രതിഭ മഞ്ഞൾ വിത്ത്, ടിഷ്യൂ വാഴത്തൈകൾ, ഇഞ്ചിയുടെ തൈകൾ എന്നിവയും വേപ്പിൻ പിണ്ണാക്ക്, പൊട്ടാഷ്, മാഗ്നീഷ്യം സൾഫേറ്റ്, ബോറാക്സ്, സിങ്ക് സൾഫേറ്റ്, പച്ചില വളച്ചെടികളുടെ വിത്തുകൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു.
ഗ്രീൻ ആർമി ചീഫ് കോർഡിനേറ്റർ MR അനൂപ് കിഷോർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TR ഷോബി, ഷെർലി ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പാഠശാലയിൽ കേരകർഷകർ കാർഷിക സർവകലാശാലയിലെ കോളേജ് ഓഫ് ഓപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റ് വിദ്യാർത്ഥികളും പങ്കെടുത്തു. കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മധുരം 2.0 എന്ന പേരിൽ വയോജന സംഗമം നടത്തി. ഗുരുവായൂർ മുനിസിപ്പൽ സെക്യുലർ ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KK പ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനൂപ്, കൗൺസിലർ ലിസി, ചാവക്കാട് ബ്ലോക്കിലെ മുഴുവൻ CDS ചെയർപേഴ്സൺമാരും സംസാരിച്ചു. ഗുരുവായൂർ കുടുംബശ്രീ CDS 1 ചെയർപേഴ്സൺ വിചിത്ര മനോജ് സ്വാഗതവും കുടുംബശ്രീ ചാവക്കാട് ബ്ലോക്ക് കോർഡിനേറ്റർ വിശ്വജിത്ത് നന്ദിയും പറഞ്ഞു. 50ഓളം വയോജനങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ മുരളി അടാട്ട്, വിഘ്നേശ്വരി എന്നിവർ നാടൻ പാട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ചാവക്കാട് 4 മണിക്കാറ്റിലേക്ക് വിനോദയാത്ര നടത്തി. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പെരുമ്പിലാവ് പൊറവൂർ കോംപ്ലക്സ് മസ്ജിദ് ഹാളിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് P. മുനീർ റമദാൻ സന്ദേശം നൽകി. GIO കുന്നംകുളം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് MK ഷഹബിയ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കുട്ടി പാറമ്പാടം, നഷ്ഫ നസ്രീൻ എന്നിവർ സംസാരിച്ചു. മുഹസിന അബ്ദുള്ള, MA ഫഹ്മിദ, ഹനാൻ ഷാഹിദ് എന്നിവർ നേതൃത്വം നൽകി. CM അബ്ദുള്ള മാസ്റ്ററുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് കലാശ പോരാട്ടം. ആര്യമ്പാടത്തിന്റെ സമസ്ത മേഖലകളിലും സജീവമായിരുന്ന CM അബ്ദുള്ള മാസ്റ്ററുടെ സ്മരണയ്ക്കായി EKN ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ യൂറോസ്പോർട്സ് പടന്നയും അലോക ഹോസ്പിറ്റൽ കീഴ്ശ്ശേരിയും ഏറ്റുമുട്ടും. അഖിലേന്ത്യാ രജിസ്ട്രേഷനുള്ള ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വർഷം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. ഫെബ്രുവരി 7 മുതൽ ആരംഭിച്ച് 15 ദിവസം നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിന് ഞായറാഴ്ച തിരശ്ശീല വീഴുകയാണ്. 16 അഖിലേന്ത്യാ ടീമുകളും 16 പ്രാദേശിക ടീമുകളും ടൂർണമെന്റിന്റെ ഭാഗമായിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-ലധികം കാണികളാണ് ടൂർണമെന്റിന് എത്തിച്ചേർന്നത്. സമാപന ചടങ്ങിൽ സംഘാടക സമിതി രക്ഷാധികാരികളായ ആലത്തൂർ MP K. രാധാകൃഷ്ണൻ, AC മൊയ്തീൻ MLA, സേവ്യർ ചിറ്റിലപ്പള്ളി MLA, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ എന്നിവർ പങ്കെടുക്കും. ആര്യമ്പാടം സർവോദയം സ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ താൽക്കാലിക സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് അരങ്ങേറുന്നത്. ചരമം. കുന്നംകുളം കീഴൂർ മാമ്പുള്ളി ഭാസ്കരൻ ഭാര്യ കുഞ്ഞുമ്മു നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് 2-ന് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തും. സജിത, ബിനു എന്നിവർ മക്കളാണ്. വടക്കേക്കോട്ടോൽ കണ്ടത്തുപറമ്പിൽ ഇസ്മയിൽ നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് വൈകിട്ട് 3-ന് കോട്ടോൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. ആയിഷയാണ് ഭാര്യ. ഷാഹിമോൻ, പരേതയായ ഷബ്ന എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.